السلام عليكم ورحمة الله. وعليكم السلام ورحمة الله وبركاته. ഉസ്താദ് എന്താണ് വിശേഷങ്ങൾ? അൽഹംദുലില്ലാ. ഉസ്താദ് ഒരു ചെറിയ ക്വസ്റ്റ്യൻ. നമ്മുടെ തുഹ്ഫക്ക് ഹാഷ് ചെയ്തിട്ടുള്ള ഇബ്നു ഖാസിമുൽ അബ്ബാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മാനവറുകളുടെ ഖബർ എവിടെയാണ്? ഇബ്നു ഖാസിമുൽ അബ്ബാദി റഹിമഹുല്ലാ ഷാഫിഈ മദ്ഹബിലെ വലിയ ഫഖീഹും അതുപോലെ തന്നെ ധാരാളം കിതാബുകൾ രചിക്കപ്പെട്ട ഒരു മഹാനുമൊക്കെയാണ്. മഹാനവറുകളുടെ ഖബർ മദീനയിലാണ് എന്നാണ് പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. ഹജ്ജ് കഴിഞ്ഞ് മദീനയിൽ വരുമ്പോൾ മദീനയിൽ വെച്ചുകൊണ്ട് വഫാത്തായി എന്നാണ് ഇബ്നു ഇമാദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഷദറാത്തുൽ ദഹബ് എന്ന് പറയുന്ന കിതാബിലൊക്കെ രേഖപ്പെടുത്തി വെച്ചത്. ഷദറാത്തുൽ ദഹബിന്റെ 10ാം വോള്യം ഇതിൻ്റെ 636, 637 പേജുകളിലായിട്ട് മഹാനവറുകളെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ 637 പേജിലായിട്ട് പറയുന്നുണ്ട് വതൂഫിയ ബിൽ മദീനത്തിൽ മുനവ്വറ ആഇദൻ മിനൽ ഹജ്ജ്. ഹജ്ജ് കഴിഞ്ഞാണ്ട് മദീനയിൽ വരുമ്പം അവിടെ വെച്ചുകൊണ്ട് വഫാത്തായി എന്നുള്ളത്. മദീനയിൽ എവിടെ എന്നുള്ളത് ക്ലിപ്തപ്പെടുത്തി പറഞ്ഞായിട്ട് കണ്ടില്ല. എന്നാണ് ജന്നത്തുൽ ബഖീലായിരിക്കും ഏറെക്കുറെ എന്നാ മനസ്സിലാകുന്നൊക്കെ. ഇങ്ങനെ തന്നെ ഏറെക്കുറെ പണ്ഡിതന്മാരൊക്കെ പറയുന്നതും. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അനസുഷാമി എന്ന് പറയുന്നൊരു ദുത്തൂർ നമ്മുടെ ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ തുഹ്ഫ ഷർവാനി അബ്ബാദി ഒക്കെ സഹിതം അതിന് ലബ്ത്ത് കൊടുത്തുകൊണ്ട് 13 വാള്യത്തിൽ ഈ പറയുന്ന തുഹ്ഫ വന്നപ്പോൾ അതിൽ ഈ പറയുന്നതിൻ്റെ 1ാം വാള്യത്തിൻ്റെ 9ാമത്തെ പേജിലായിട്ടും ഇബ്നു ഖാസിമുൽ അബ്ബാദി റളിയല്ലാഹുവിനെ പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട്. അവിടെയും അങ്ങനെ തന്നെയാണ് പറയുന്നത് മഹാനവറുടെ ഖബർ മദീനയിൽ തന്നെയാണ് എന്നുള്ളത്. എത്രത്തോളം മഹാനവർ ഒരുപാട് കിതാബുകൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ജമ്മുൽ ജവാമി, നമ്മൾ പള്ളിദർസിലൊക്കെ ഓതി പഠിക്കുന്ന സുബ്ഹി ഇമാമിന്റെ ജമ്മുൽ ജവാമി, അതിൻ്റെ ഷറഹ് മഹാനായ ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു ഷറഹ് ഉണ്ടാക്കി. അതിൻ്റെ മേലിൽ ആയാത്തുൽ ബയ്യിനാത്ത് എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പറയുന്ന ഇബ്നു ഖാസിമുൽ അബ്ബാദി റഹിമഹുല്ലാ. അപ്പൊ ഇതിന്റെ 4 വാള്യത്തിലായിട്ട് അതിന്റെ തുടക്കത്തിലും മഹാനവറുകളെ പറ്റി പരിചയപ്പെടുത്തുന്നിടത്ത് ഇതിന്റെ 4ാമത്തെ പേജിലായിട്ട് 1ാം വാള്യത്തിൽ തന്നെ അവിടെ ഇബ്നു ഖാസിമുൽ അബ്ബാദി റളിയല്ലാഹുവിനെ പറ്റി പരിചയപ്പെടുത്തുന്നു. ആലിമുൻ ഫഖീഹുൻ. ഉണ്ടോ, മഹാനവർ വലിയ ആലിമാണ്, അതുപോലെ തന്നെ ഫിഖ്ഹിലുള്ള പണ്ഡിതരായിരുന്നു. ലം യുദ്കറു യൗമു വിലാദത്തിഹി. മഹാനവറുടെ പ്രസവം എന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞാൽ ഇത് എഴുതുന്നവർക്ക് അറിയില്ല എന്ന് പറയണം. എന്തായാലും പ്രസവം നടന്നൊരു ദിവസവും ഡേറ്റൊക്കെ എന്തായാലും ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് ലം യുദ്ക്കർ ഇവർ നോക്കി കിതാബിലൊന്നും കണ്ടിട്ടില്ല എന്നായിരിക്കും. ലം യുദ്ക്കർ യൗമു വിലാദത്തിഹി. അവിടുത്തെ പ്രസവം എന്നുള്ളത് എവിടെയും കാണപ്പെട്ടിട്ടില്ല. എന്നിട്ട് പറഞ്ഞു ലാക്കിനിൽ വസാഇഖു വൽ മസാജിറുണ്ട്. അവിടുത്തെ വഫാത്ത് മദീനയിൽ മുനവ്വറയിലാണ് എന്നതിന് രേഖാമൂലം ഉറപ്പിച്ച് പറയാണ്. ലാക്കിനിൽ വസാഇഖു വൽ മസാജിറുണ്ടോ, ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ അവർ നോക്കുന്ന സമയത്ത്, അപ്പോൾ ഉറപ്പുള്ള കിതാബുകളും താരീഖിന്റെ കിതാബുകളൊക്കെ നോക്കുന്ന സമയത്ത് തുജ്മിഉ അലാ അന്ന വഫാത്തുഹു കാനത്ത് ബിൽ മദീനത്തിൽ മുനവ്വറ, അതൊക്കെ ഏകോപിച്ചിട്ടുണ്ട്. മദീനയിലാണ് മഹാനവറുകളുടെ ഖബർ എന്നുള്ളത് അത് ഏകോപനാണ്. ജനനം എന്നറിയില്ലെങ്കിലും ഖബർ മദീനയിലുണ്ട് എന്നത് ഏകോപനം തന്നെയാണ്. അലാ സാക്കിനിഹാ അഫ്ദലു സ്വലാത്തു വസ്സലാം, റസൂലുള്ളാഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വഹുവ ആഇദുൻ മിൻ തഅദിയത്തി ഫരീദത്തിൽ ഹജ്ജ്. ഉണ്ടോ, ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് തന്നെയാണ് ഈ പറയുന്ന മദീനയിൽ വെച്ചുകൊണ്ട് വഫാത്തായി എന്നുള്ളത്. അപ്പോൾ എല്ലാ പണ്ഡിതന്മാരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത് മദീനയിൽ എവിടെ എന്നുള്ളത് അതിപ്പോ ഈ പറയുന്ന ഇബ്നു ഖാസിമുൽ അബ്ബാദി എന്ന് മാത്രമല്ല എത്രയോ സ്വഹാബത്തില്ലേ അവരുടെയൊക്കെ ഈ പറയുന്ന ഖബർ ജന്നത്തുൽ ബഖീലുണ്ടല്ലോ. എവിടെ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുമോ? ജന്നത്തുൽ ബഖീൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇന്നതുപോലെ മദീനയിലാണ് മഹാന് വഫാത്തായത്, മക്കത്തൊന്നുമല്ല മദീനയിൽ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും എന്നർത്ഥം കേട്ടോ.